ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഇടുക്കിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുട്ടിക്കാനം ഭാഗത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധി അവിടെയാണ് ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ തേയില തുള്ളുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇടുക്കിയിലുണ്ടായിരുന്നു. ഇന്നലെ കുട്ടിക്കാനത്താണ് രാഹുൽ ഗാന്ധി ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഓക്കെ രാഹുൽ ഗാന്ധി തോട്ടം തൊഴിലാളികളുമായിട്ട് സംസാരിക്കുന്നു. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ സുരേഷ് ഇതുവഴി കടന്നു പോയപ്പോൾ തൊഴിലാളികളെ കണ്ട് അവിടെ നിർത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ വരികയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഒരു പീരുമേട്ടിലെ ഗ്ലെൻമേരി എസ്റ്റേറ്റിലുള്ള തോട്ടം തൊഴിലാളികളുമായി സംവദിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ രാത്രി ഈ പീരുമേട്ടിനുള്ളിലെ ഈ രാഹുലിനോട് അവർ പറയുന്നതും രാഹുൽ അവരോട് പറയുന്നതും ഡീൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് കൊടുക്ക, മൈക്ക് ഒന്ന് അവിടെ കിട്ടുമെങ്കിൽ. കഷ്ടപ്പാടുകളൊക്കെ പറയുകയാണ് തൊഴിലാളികൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തേയില നുള്ളിയാൽ കിട്ടുന്നത് 450 രൂപയാണ്, 550 രൂപയാണ്. നല്ല വെയിൽ കൊള്ളേണ്ടി വരും, അത്രേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. ഡീനുമുണ്ട് ഒപ്പം, രാഹുൽ ഗാന്ധിക്കൊപ്പം. കെ സി വേണുഗോപാലിനെ കാണാം. എന്തോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഓക്കെ, തത്സമയ ദൃശ്യങ്ങളാണ് ഗ്ലെൻമേരി എസ്റ്റേറ്റിൽ നിന്ന്. പീരുമേട് ഗ്ലെൻമേരി എസ്റ്റേറ്റിലെത്തിയ രാഹുൽ ഗാന്ധി അവിടുത്തെ തൊഴിലാളികളെ കാണുകയാണ്. തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നു. തേയില നുള്ളുന്നുണ്ട് രാഹുൽ ഗാന്ധി. തേയില നുള്ളൂ ഇല്ല, തേയില നുള്ളുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. നുള്ളിയ തേയിലകൾ കാണിച്ചു കൊടുക്കുകയാണ് ലൈവായിട്ട്. ഇതാണ് തേയില നുള്ളി, അതിൻ്റെ കിളുന്നുണ്ടല്ലോ, ഇതാണ് നുള്ളി എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും തളിരിലയാണല്ലോ, തേയിലയുടെ തളിരിലയാണ് നുള്ളി എടുക്കുന്നത്. അങ്ങനെ നുള്ളി എടുക്കുന്നത് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ. ഇതാണ് തളിരില. എല്ലാ ഇലയും പറിച്ചെടുക്കത്തില്ല, ഈ ഇല മാത്രമേ പറിച്ചെടുക്കൂ. അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഇല എന്ന് പറയുന്നതായിരിക്കും.